ദൈവത്തിൻ്റെ അതിധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസഭ എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം, ഇതാണ് നമ്മളിവിടെ വിചിന്തനം ചെയ്യാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 15-16 വാക്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 15-16 വാക്യങ്ങൾ. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നുത്തരം പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു ആരാണ്? ഇവിടെ പത്രോസ് പറയുന്നു, അവിടുന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്. ഈ വേദഭാഗങ്ങളിലൂടെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ മൂന്നാളത്വങ്ങൾ, അതേസമയം അസ്തിത്വത്തിലൊന്ന് എന്ന വിഷയമാണ് നമ്മൾ ഇവിടെ വിചിന്തനം ചെയ്യുന്നത്. നോക്കണം, ദൈവവേലയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സമ്പൂർണമായ ഇടപെടൽ വ്യത്യസ്തമായ നിലവാരങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രണ്ട് കൊരിന്ത്യർ 13-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 13-14. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. രണ്ട് കൊരിന്ത്യർ 13-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. ഇവിടെ പരിശുദ്ധാത്മാവിൽ പൗലോസ് രേഖപ്പെടുത്തുന്നു, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഇവിടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒരു ക്രിസ്തുഭക്തൻ്റെ ജീവിതത്തിലുള്ള സന്തുലിതമായ ഇടപെടലിനെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇതിലാരെയെങ്കിലും ഒഴിവാക്കിയല്ല, പ്രത്യുത 3 ആളത്വങ്ങൾക്കും അതിൻ്റേതായ സ്ഥാനവും ഇടപെടലും ഒരു ക്രിസ്തുഭക്തൻ്റെ ജീവിതത്തിലുണ്ട്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. കൊലോസ്യർ 2:2. അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങളറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. ഇവിടെയും ലേഖനത്തിൽ ക്രിസ്തു എന്ന ദൈവമർമ്മം
അതിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കോണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം. അപ്പോൾ ക്രിസ്തു ദൈവമർമ്മമാണ്. നോക്കണമേ, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. 1 തെസ്സലോനിക്കർ 3-ാമത്തെ അധ്യായം 11 മുതൽ 13 വരെ. നമ്മുടെ ദൈവവും പിതാവുമായവനും നമ്മുടെ കർത്താവായ യേശുവും ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവാൻ വഴി നിരത്തി തരുമാറാകട്ടെ. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനിന്ദരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഇവിടെയും പിതാവിൻ്റെയും പുത്രൻ്റെയും സ്ഥാനം, ഇടപെടൽ അതെപ്രകാരമാണെന്ന് വ്യക്തമാക്കുകയാണ്. അതായത് ഇവിടെ എങ്ങും പിതാവിനേക്കാളും അല്പം താണവനാണെന്നോ അല്ലെങ്കിൽ അത്രത്തോളം മഹത്വമില്ലെന്നോ ഉള്ള യാതൊരു ധ്വനിയും നമുക്ക് കാണാൻ കഴിയുകയില്ല. മറിച്ച് ഒരു ക്രിസ്തുഭക്തൻ്റെ ജീവിതത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിരന്തരമായ ഇടപെടൽ ഒരേ തോതിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 1 തെസ്സലോനിക്കർ 3:11 മുതൽ 13 വാക്യങ്ങളിൽ ഇങ്ങനെ നമ്മുടെ കർത്താവ് യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനിന്ത്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അപ്പോൾ അവിടുത്തെ സന്നിധിയിൽ നമ്മൾ വെളിപ്പെടുക. നമ്മൾ എപ്രകാരമാണ് വെളിപ്പെടുന്നത്? നമ്മളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വെളിപ്പെടുത്തുന്നത് പുനരുത്ഥാനത്തിൽ ദൈവസന്നിധിയിൽ നമ്മളെ എത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമുക്ക് റോമാലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങളിൽ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കേണ്ടത് പരിശുദ്ധാത്മാവ് നിമിത്തമാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ കാണുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തത്തുല്യമായ ഇടപെടൽ ഒരു ക്രിസ്തുഭക്തൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുകയാണ്. തീത്തോസിന് എഴുതുന്ന ലേഖനം 3-ാമത്തെ അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. തീത്തോസ് 3-ാമത്തെ അധ്യായം 4 മുതൽ 7 വരെ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ
നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല, തൻ്റെ കരുണപ്രകാരമത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകരുന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ. ഇവിടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സന്തുലിതമായ ഇടപെടൽ ഭക്തനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് നാം ദൈവകൃപയിൽ കർത്താവ് ഒരുക്കുന്ന നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് നമ്മളെ ഓരോ നാളും നമ്മളെ സജ്ജമാക്കുന്നത്, നവീകരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഓരോ നാളും നമ്മളെ ഒരുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എന്നാൽ അതിന് നിദാനമായി തീരുന്നത് നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവാണ്. എന്നാൽ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ട് നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് നമ്മെ ഓരോ നാളും പുതുക്കി പണിയുവാനുള്ള പദ്ധതി നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രതിയുമാണ്. അപ്പോൾ ഇവിടെ ഓർക്കണം, ഇതിലാരാണ് വലുത് ആരാണ് ചെറുത് എന്ന് വിലയിരുത്തുക അസാധ്യമാണ്. അത് തിരുവെഴുത്തിൽ നമ്മളങ്ങനെ കാണുന്നില്ല. പ്രത്യുത പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിരന്തരവും സന്തുലിതവുമായ ഇടപെടൽ ഒരു മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനുള്ള ബന്ധത്തിലും ദൈവവേലയുടെ ബന്ധത്തിലും പുനരുദ്ധാരണത്തിൻ്റെ ബന്ധത്തിലും എല്ലാം നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തു സമ്പൂർണ്ണ ദൈവമാണ്. അപ്പോൾ തന്നെ ആളത്വത്തിൽ മൂന്നായിരിക്കുന്നു, എന്നാൽ അസ്തിത്വത്തിൽ ഒന്നാണ്. ആ അസ്തിത്വത്തെ ഒന്നാക്കുന്നത് പരിശുദ്ധാത്മാവ് ആണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. രണ്ട് പത്രോസ് 1-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ. പത്രോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്, ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവ് യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. ഇവിടെ പരിശുദ്ധാത്മാവിൽ ഭക്തനായ പത്രോസ് പിതാവായ ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെയും
ഇടപെടലിനെ ഒരേപോലെ വ്യക്തമാക്കുകയാണ്. കാരണം ഒന്നൊഴിവാക്കി ഒന്ന് മതിയെന്നല്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിരന്തരമായി ഒരു ക്രിസ്തുഭക്തൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നു. മൂന്നാളത്വമാണ്. അതേസമയം പരിശുദ്ധാത്മാവെന്ന അസ്തിത്വമാണ് ഈ മൂന്നാളത്വത്തെയും ഒരേ അസ്തിത്വത്തിൽ നിർത്തുന്നത്. വെളിപ്പാട് പുസ്തകം 7-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അവിടെ 9-10 വാക്യങ്ങളിൽ ഇതിൻ്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. ഇവിടെ മാനവ സമൂഹത്തിന് ദൈവമൊരുക്കിയ രക്ഷ, വിലയേറിയ രക്ഷ, വലിയ രക്ഷ. നോക്കണം, ഇത് ദാനമാണ്. ആരുടെ ദാനമാണ്? ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമാണ്. അപ്പോൾ ദൈവവും കുഞ്ഞാടും രണ്ട് വ്യക്തിത്വമാണ്, രണ്ടാളത്വമാണ്. എന്നാൽ അതേസമയം മാനകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരേ ദൗത്യത്തിനായി വെളിപ്പെടുകയാണ്, ചേർന്ന് വരികയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഇവിടെ രക്ഷ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമാണ്. വെളിപ്പാട് പുസ്തകം 7-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങൾ. എന്നാൽ ഈ ദാനമായ രക്ഷ നമുക്ക് ലഭ്യമാകുന്നത്
അത് കുഞ്ഞാട് അറുക്കപ്പെട്ടതുകൊണ്ടാണ്. കുഞ്ഞാട് അറുക്കപ്പെട്ടിട്ടാണ് നമുക്ക് ഈ രക്ഷ ലഭ്യമായത്. വെളിപ്പാട് പുസ്തകം 5-ാമത്തെ അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 5-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങൾ. പുസ്തകം വാങ്ങാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. അപ്പോൾ ഇവിടെ ഏഴ് മുദ്രയാൽ മുദ്രയിട്ട പുസ്തകം തുറക്കുവാൻ ആരുണ്ട് എന്ന ചോദ്യത്തിന് മുമ്പാകെ മുദ്ര പൊട്ടിക്കുവാൻ യോഗ്യൻ കുഞ്ഞാട്. ആ കുഞ്ഞാടാണ് അറുക്കപ്പെട്ട് മാനകുലത്തിൻ്റെ രക്ഷ പ്രദാനം ചെയ്തത്. എന്നാൽ ഓർക്കണം, ആ വലിയ രക്ഷ ദാനമായി മനുഷ്യന് പ്രദാനം ചെയ്യുവാൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വ്യത്യസ്തമായ നിലവാരങ്ങളിൽ സന്തുലിതമായി മനുഷ്യന് വേണ്ടി ഇടപെട്ടിരുന്നു എന്നുള്ളത് നമ്മളിവിടെ കാണുകയാണ്. അതാണ് എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രക്ഷ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമാണ്. എന്നാൽ അത് മൂല്യമില്ലാത്തതല്ല. മനുഷ്യന് ഒരളവിലും മൂല്യം കൽപ്പിക്കുവാൻ കഴിയാത്തത്ര ഉന്നതമായ മൂല്യമാണ്, വലിയ രക്ഷയാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയത്. അതിനുവേണ്ടി ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും. അപ്പോൾ അതിന് ദൈവത്തിൻ്റെ നിരന്തരമായ ഇടപെടൽ സാമൂഹികമായിട്ടും വ്യക്തിപരമായിട്ടും ജീവിതങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയാണ്. പരിശുദ്ധാത്മാവ് അതിന് തുണ നിൽക്കുകയാണ്. യേശുക്രിസ്തു അതിനായി മനുഷ്യരും എടുത്ത് ഭൂമിയിലേക്ക് വരികയാണ്. ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അതിന് സാക്ഷി നിൽക്കുകയാണ്. പ്രിയരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആളത്വത്തിൽ മൂന്നായിരിക്കുമ്പോൾ തന്നെ അസ്തിത്വത്തിൽ ഒന്നായി നിന്നുകൊണ്ട് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതി ഒരുക്കുന്നത് നമ്മളിവിടെ കാണുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാമത്തെ അധ്യായം
10-11 വാക്യങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാമത്തെ അധ്യായം 10-11. എൻ്റേതെല്ലാം നിൻ്റേതും നിൻ്റേത് എൻ്റേതും ആകുന്നു. ഞാൻ അവരിൽ മഹത്വപ്പെട്ടുമിരിക്കുന്നു. ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു. ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിൻ്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമാക്കപ്പെടുന്നതിന് മുമ്പ് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ്, എൻ്റേതെല്ലാം നിൻ്റേതും നിൻ്റേത് എൻ്റേതുമാകുന്നു. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? എൻ്റേതും നിൻ്റേതും എന്ന് പറയുമ്പോൾ തന്നെ 2 വ്യക്തികളാണ്. എന്നാൽ എൻ്റേത് എല്ലാം നിൻ്റേതും നിൻ്റേത് എൻ്റേതുമാകുന്നു. അപ്പോൾ അസ്തിത്വത്തിൽ അവിടെ ഒന്നാണ്. ആളത്വത്തിൽ പലതായിരിക്കുമ്പോൾ തന്നെ അസ്തിത്വത്തിൽ ഒന്നായിരിക്കുന്നു. ഇത് ദൈവത്താൽ നമുക്ക് പ്രകാശിപ്പിച്ച് കിട്ടേണ്ടുന്ന ഒരു ആത്മീയ സത്യമാണ്. 33 വർഷക്കാലം യേശുക്രിസ്തു ഭൂമിയിലായിരുന്നു എന്നുള്ളത് കൊണ്ട് അവിടുത്തെ ദൈവത്വത്തിന് അല്പം പോലും കുറവ് വരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം പരിശുദ്ധാത്മാവിൽ നമ്മൾ ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ പാദപീഠങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.